ഹോസ്പിറ്റലിൽ പോയാലോ? നമ്മളിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊന്നും അല്ല പോകുന്നത്, നമ്മൾ പനമരത്തുള്ള ഹോസ്പിറ്റലിലാണ് പോകുന്നത്. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോവാന്നുള്ള രീതിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താവാ മുഖത്ത് കുറെ പുട്ടിയൊക്കെ വാരിയിട്ടിട്ടൊക്കെ പോവാം. ഇതിപ്പോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? എന്നെ എല്ലാ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട എന്റെ അമ്മേനെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ അടുത്ത് വല്ല ഹോസ്പിറ്റലിലും പോയാൽ പോരെ, എന്തിനാ പനമരത്തേക്കുള്ള പനമരത്തുള്ള ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന്. അമ്മേനെ ആദ്യം മുതലേ ഞങ്ങൾ അവിടെയാണ് കാണിക്കുക, അപ്പൊ പിന്നെ അവിടേക്ക് തന്നെ പോകണം. ഞാൻ വിചാരിച്ച അമ്മേനെയാണല്ലോ ഡോക്ടറിനെ കാണിക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് സുന്ദരിയാവാം. അതുകൊണ്ട് ഞാൻ ഉള്ള ക്രീമൊക്കെ വാരി വലിച്ച് മുഖത്തിട്ട് സുന്ദരിയാവാന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ അമ്മ തെറ്റിച്ചു. കാരണം അമ്മ ഒരുങ്ങിയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോവാന്നുള്ള പോലെ ഒന്നും അല്ല, അമ്മയ്ക്ക് ഒരു അസുഖം ഇല്ല എന്നുള്ള രീതിയിലാണ് അമ്മ ഒരുങ്ങിയിട്ടുള്ളത്. പനമര ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്ന അമ്മയും അച്ഛനായിരുന്നു, പക്ഷെ ഇന്ന് അച്ഛന് ലീവ് ഇല്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും കൂടി പോവാന്ന് വിചാരിച്ച്. എനിക്ക് വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല, കാരണം എനിക്ക് തലവേദന എടുക്കില്ല, അമ്മയ്ക്ക് പക്ഷെ നല്ല തലവേദന എടുക്കും. അതുകൊണ്ട് അമ്മ കുട ചൂടിയിട്ടൊക്കെയാണ് വരുന്നത്. ഞങ്ങൾ സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ കുറച്ചേരം കൂടി നിൽക്കേണ്ടതെന്ന് വേറൊന്നും കൊണ്ടല്ല, അവിടെ 2 KSRTC ഒരു പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് പ്രൈവറ്റിൽ അങ്ങ് കയറി. ഏതെങ്കിലും പാട്ട് വെക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പ്രൈവറ്റിൽ കയറിയത്, പക്ഷെ പാട്ട് ഞങ്ങൾ പനമരത്ത് എത്താനായപ്പോഴാണ് വെച്ചത്. ഞങ്ങൾ സ്റ്റാൻഡിൽ പോയി ഇറങ്ങി ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് ആ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഇവിടെ ഒരു കുന്ന് പോലത്തെ റോഡ് ഉണ്ട്, അവിടെയാണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ടോക്കൺ നമ്പർ 6 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യായിരുന്നു ചെയ്തത്. ഞങ്ങളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു 3:30 ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്ന്. 3:24 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തി. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. 5:10 വരെ ഞങ്ങൾ അവിടെ പോസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു നല്ലൊരു മഴ വന്നത്. ആ കുട്ടികൾ അവിടെ കളിക്കുന്ന കണ്ടിട്ട് ഞാനും അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനും പോയി കളിച്ചോട്ടേന്ന്. അപ്പം അമ്മ പറഞ്ഞു വേണ്ടാന്ന്. മഴയത്ത് കളിക്കണ്ടെന്നല്ലേ അമ്മ പറഞ്ഞുള്ളൂ, ഫോണിൽ കളിക്കാലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫോണിൽ കളിച്ചോണ്ടിരുന്നു കുറച്ചു നേരം. 5:10 ആയപ്പോഴത്തേക്കും ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി ടോക്കൺ നമ്പർ വിളിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടറിനൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഏകദേശം 5:30 ആയിട്ടുണ്ടായിരുന്നു. ഡോക്ടറിനൊക്കെ കാണിച്ചു കഴിഞ്ഞ് മരുന്നൊക്കെ എടുത്തപ്പോഴത്തേക്കും നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പൊ പിന്നെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവിടെ ഇരുന്നു. കൊടയുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, തുറക്കാൻ ഭയങ്കര മടി. പിന്നെ ഞാനും അമ്മയും കൂടി ഫോണിൽ കളിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇടിയും മഴയും മിന്നലൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അത് പറ്റില്ല എന്ന് വിചാരിച്ച് എന്തെങ്കിലും പറഞ്ഞിരിക്കാന്ന് വിചാരിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നു. മഴയൊക്കെ ഏകദേശം കുറഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് വന്നു കേട്ടോ. അപ്പൊ ഉണ്ട് KSRTC അവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ KSRTC എന്ന് പറഞ്ഞ് ഞങ്ങൾ ചാടി കയറിയായില്ലേ. എനിക്ക് വിൻഡോ സൈഡിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മഴ കാരണം അത് തുറക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ജനലൊക്കെ ഞാൻ തുറന്നു, കാരണം മഴയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ചൂടാ. എന്നാ ഓക്കെ, ബൈ.